നിങ്ങൾ ലോകത്തോട് ഇടപെടുന്നത് എങ്ങനെയാണ്? എക്സ്പ്രസ്ഡ് അവയർനെസ് എന്ന് പറയുന്ന സങ്കേതത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അവബോധത്തിന്റെ അടുത്ത തലം. എക്സ്പ്രസ്ഡ് അവയർനെസ് റിവീൽസ് ഹൗ ഇന്നർ കോൺഷ്യസ്നസ് ബിക്കംസ് ബിഹേവിയർ. അവബോധ നിലകളും ബോധപരിണാമവും എന്നുള്ള പരമ്പരയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രകടാവബോധത്തെ കുറിച്ചാണ്. എന്താണ് പ്രകടാവബോധം? എങ്ങനെയാണ് നമ്മുടെ പെരുമാറ്റം രൂപപ്പെടുന്നത്? എങ്ങനെയാണ് പ്രകടാവബോധവും ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത്? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മേരെയും നയിക്കുമാറാകട്ടെ. നമ്മൾ ലോകത്തോട് ഇടപെടുന്നത് നമ്മുടെ അകത്തുള്ള അവബോധങ്ങളുടെ ആകത്തുകയിലൂടെയാണ്. നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ട് നമ്മൾ ഇടപെടുന്നുണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട് ഇടപെടുന്നുണ്ട്, നമ്മുടെ വിശ്വാസങ്ങൾ കൊണ്ട് ഇടപെടുന്നുണ്ട്, നമ്മുടെ അറിവുകൾ കൊണ്ട് ഇടപെടുന്നുണ്ട്, നമ്മുടെ ശീലങ്ങൾ കൊണ്ട് ഇടപെടുന്നുണ്ട്, നമ്മുടെ ചില പ്രവർത്തന പാറ്റേണുകൾ കൊണ്ട് ഇടപെടുന്നുണ്ട്. നമ്മുടെ ഈ പെരുമാറ്റങ്ങളും പ്രതികരണങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് രൂപപ്പെടുന്നത്? ഇതാണ് ഈ പ്രകടാവബോധത്തെ അറിയുന്നതിലൂടെ നമ്മൾ സ്വായത്തമാക്കുന്നത്. അകത്തുള്ള മനോപ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, നമ്മുടെ അകത്ത് കുറെ ചിന്തകളും കുറെ വികാരങ്ങളും ഇവയുടെ എല്ലാത്തിന്റെയും കൂടെയുള്ള പ്രകടനമാണ് ഈ പ്രകടാവബോധം എന്ന് പറയുന്നത്. ലോകത്തോട് ഇടപെടുന്ന ഒരു അവബോധതലം, നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു ദൃശ്യരൂപമാണത്. അതാണ് നമ്മുടെ അകത്തെ ചിന്തകൾ, അനുഭൂതികൾ, വികാരങ്ങൾ, കഴിവുകൾ തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ. ഇവയുടെ എല്ലാം പുറത്തു വരലാണ് ഈ പ്രകടാവബോധം എന്ന് പറയുന്നത്. അതായത് അവബോധം പ്രകടമാകുന്ന ഒരവസ്ഥ. നമ്മൾ സാധാരണ രീതിയിൽ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നത് എങ്ങനെ വെച്ചാൽ സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് എന്റെ പ്രകടാവബോധമാണ്. നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ അതിനോട് പ്രതികരിക്കുന്നത് പ്രകടാവബോധമാണ്. നിങ്ങൾ രണ്ട് ഓപ്ഷൻ പറയുന്ന സമയത്ത് അതിൽ ഇത് വേണമെന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്നത് പ്രകടാവബോധത്തിലാണ്. നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്റെ പരിസരത്തോട് ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് കണക്ട് ആയിരിക്കുന്നത്, എന്തിനോടെങ്കിലും കണക്ട് ആയിരിക്കുന്നത്, ബന്ധപ്പെട്ട് നിൽക്കുന്നത് പ്രകടാവബോധമാണ്. അതായത് എന്റെ ഒരു പ്രവർത്തനം, പ്രകടനം, അതാണ് ആ ഒരു തലത്തിലുള്ള ബോധം. അതാണ് പ്രകടാവബോധം എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു പ്രവർത്തനം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്നത്? ആദ്യം ഈ പരിബോധം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ, സഹജാവബോധത്തിന്റെ മുകളിലാണ് പരിബോധം. നമ്മൾ ഈ ഒരു തലത്തിൽ അത് പഠിക്കുന്നില്ല. ആത്മയാനത്തിന്റെ ആഴങ്ങൾ, അത് ആത്മയാനത്തിന്റെ പ്രാക്ടീസിലേക്ക് പോകുന്ന സമയത്ത് നമ്മളത് പഠിക്കും. ഈ പരിബോധമാണ് നമുക്ക് ധർമ്മത്തെ നിർണയിച്ചു തരുന്നത്, നമുക്ക് കൃത്യമായിട്ട് ദിശാബോധം ഉണ്ടാക്കി തരുന്നത്, പ്രപഞ്ച ബന്ധം ഉണ്ടാക്കി തരുന്നത്. അതിൽ നിന്നുമാണ് നമ്മൾ തുടങ്ങുന്നത്, നമ്മളൊരു ആക്ടിവിറ്റി തുടങ്ങുന്നത്. അത് വാസനയുടെ രൂപത്തിൽ, സഹജാവബോധത്തിന്റെ തലത്തിൽ വാസനയുടെ രൂപത്തിൽ പ്രകടമാകും. അത് ജന്മസിദ്ധമായിട്ടുള്ള പ്രവണതകളായിട്ട്, ടെൻഡൻസീസ് ആയിട്ട് പ്രകടമാകും. അത് നമ്മുടെ സഹജ സ്വഭാവങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കും. ഈ സഹജ സ്വഭാവങ്ങൾ നമ്മൾ ചിലതരം വഴക്കങ്ങളായിട്ട്, ചില താല്പര്യങ്ങളായിട്ട് നമ്മളത് ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ അത് പതുക്കെ ആദ്യം വഴക്കങ്ങൾ ഉണ്ടാവും, അത് പതുക്കെ തഴക്കങ്ങളായി മാറും. അപ്പോ ആണ് നമ്മൾ ശീലങ്ങളിലേക്ക് പോവുക, ശീലനങ്ങളിലേക്ക് പോവുക, പരിശീലിക്കുക. ഇനി അഥവാ നമ്മൾ വെളിയിൽ നിന്നും എഡ്യൂക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടോ, മറ്റെന്തെങ്കിലും സാമൂഹിക പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ടോ, ഗാർഹിക സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ നമ്മളൊരു പരിശീലനത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമ്മൾ ശീലിച്ചു വശാവും. ഇപ്പൊ ചായകുടി എന്നുള്ളത്, മനുഷ്യന് ചായകുടി എന്നുള്ളത് പറഞ്ഞിട്ടുള്ളതല്ല. പക്ഷെ ജനിച്ച വീട്ടിൽ ചായ നിരന്തരമായിട്ട് കുടിക്കുന്ന, അല്ലെങ്കിൽ ജനിച്ച കാലം മുതൽ ഇത് കണ്ടു വളരുകയാണെങ്കിൽ ചായകുടി ആരുടെ ശീലത്തിന്റെ ഭാഗമാവും. ചായ ഇല്ലാതെ ഒരു ജീവിതമില്ല എന്നുള്ളൊരവസ്ഥയിൽ കിട്ടും. അതുപോലെയുള്ള ആന്തരികമായിട്ടുള്ള കഴിവുകൾ, ഇതെല്ലാം ശിക്ഷിതാവബോധത്തിന്റെ തലത്തിലാണ് സംഭവിക്കുന്നത്. അപ്പോ നമ്മുടെ ഉള്ളിലെ ആ ധർമ്മം എന്നുള്ളത് വാസനയുടെ രൂപത്തിൽ വന്ന് ശീലം എന്നുള്ളത് കഴിവിന്റെ രൂപത്തിൽ വെളിപ്പെട്ടിട്ട് അതിനു മുമ്പുണ്ടായ ഓർമ്മകൾ, നമ്മുടെ അനുഭവ ബിംബങ്ങൾ, ആഗ്രഹങ്ങളുടെ രൂപീകരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ അത് വെളിയിലേക്ക് വന്ന് അതെങ്ങനെ നടപ്പിലാക്കാന്നുള്ള ചിന്ത വന്ന്, അതിനൊരു ഭാവന വന്ന്, അതിനൊരു അങ്ങനെ വേണം, ഇങ്ങനെ തന്നെ പോയാൽ മതി, ഈ വഴിക്ക് ആവാം എന്നുള്ള രീതിയിലേക്കായി അതിനെ ഒന്ന് പരുവപ്പെടുത്തിയിട്ടാണ് പ്രവൃത്തിയായിട്ട് പുറത്തു വരുന്നത്. അതാണ് പ്രകടനം എന്ന് പറയുന്നത്, പെരുമാറ്റമായിട്ട് വരുന്നത്. ഈ പെരുമാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ആവർത്തിത ശീലങ്ങളുടെ ഷെയ്പ്പിലാണ് വരിക. നമ്മൾ പലതും ശീലിച്ചിട്ടുണ്ട്.
അപ്പൊ ഏറ്റവും നന്നായി ശീലിച്ചത്, ഇപ്പൊ ഒരാളെന്തെങ്കിലും പറയുമ്പോ, ഇപ്പൊ നമ്മൾ കുറച്ചു കാലം കേരളത്തിൽ, പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ നമ്മൾ ജീവിച്ചു എന്നിരിക്കട്ടെ, ആരെന്ത് പറഞ്ഞാലും അതിന് മറ്റേ കൗണ്ടർ ആൻസർ പറയുന്ന ഒരു രീതി. ഇപ്പൊ പാലക്കാട് ഗ്രാമങ്ങളിലാണെങ്കിൽ അതൊക്കെ ഉണ്ട്. കൗണ്ടർ ആൻസർ പറയുന്ന രീതി നമ്മൾ ശീലിച്ചു. അത് ശീലിച്ചു കഴിയുമ്പോൾ നമ്മൾ കുറച്ച് പ്രാവശ്യം കേട്ട് നമുക്കത് പറയാൻ ടെൻഡൻസി ഉണ്ടാവും. അത് നമ്മുടെ ശീലമായിട്ട് വരും, അത് നമ്മുടെ വ്യക്തിത്വമായിട്ട് വെളിപ്പെടും. യഥാർത്ഥത്തിൽ ഇപ്പൊ ഒരു സത്സംഗത്തിൽ ജനിച്ചു വളർന്ന് അതിലൂടെ പോകുന്ന ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കാനല്ല, അത് കേട്ടിരിക്കാനും സമാധാനപരമായിട്ട് തന്നെ സമീപിക്കാനാണ് തോന്നുന്നത്. അത് അയാളുടെ വ്യക്തിത്വമായിട്ട് ഫോം ആവും. അപ്പോൾ ആവർത്തിത ശീലങ്ങളാണ് ഈ വ്യക്തിത്വമായിട്ട് വരുന്നത്. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഈ വ്യക്തിത്വമായിട്ട് പ്രകടമാകുന്ന അതിന്റെ അകത്ത് നമ്മുടെ ഉപബോധത്തിന്റെ സ്വാധീനങ്ങൾ, ഉപബോധം നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ അറിവ്, നമ്മുടെ ചിലതരം മെന്റൽ പാറ്റേണുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സ്വാധീനിച്ചു കൊണ്ടിരിക്കും. ഇത് ഈ പാറ്റേൺ വെച്ച് നമ്മൾ ശീലിച്ച പാറ്റേണുകളുണ്ട്, നമ്മുടെ ചിന്തയുടെ പാറ്റേണുകളുണ്ട്, നമ്മുടെ ഈ ജനിതകമായിട്ടുള്ള പാറ്റേണുകളുണ്ട്. ഇവയെല്ലാം അതിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടാണ് ഈ നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുക. ആ വ്യക്തിത്വം ശരിക്കും അതിന്റെ ഒരു ക്വാളിറ്റി ആയിട്ട്, അതിന്റെ ഒരു ട്രാൻസെൻഡൻസ് ആയിട്ട് വെളിപ്പെടുന്നത് എന്തായിരിക്കും? അതിന്റെ വാസനകളാണ്. ഏത് തരത്തിലുള്ള പെരുമാറ്റം പ്രകടമാക്കണം എന്നുള്ളത് അതിന്റെ വാസനകൾ സ്വാധീനം. പാചകം ചെയ്യാൻ അറിയുന്നവർ, പാചകം ചെയ്യാൻ അറിയുന്നവർ അറിയുന്നതല്ല, പാചകത്തോട് വാസനയുള്ളവർ ആ പാചകം എന്നുള്ള കാര്യം ചെയ്യുന്നത് കാണുമ്പോൾ അതിന്റെ കൂടെ പോയി നിൽക്കും. അല്ലെങ്കിൽ അത് അറിയുന്നവരാണെങ്കിൽ അത് ചെയ്യേണ്ട ഒരു സ്ഥലത്തെത്തുമ്പോൾ അവർ പാചകത്തിൽ കൈവയ്ക്കാൻ നോക്കും. കായിക അധ്വാനങ്ങൾ ചെയ്ത് കായികമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ വാസനയുള്ളവരാന്ന് വെച്ചാൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവർക്ക് വേണ്ടുന്ന പണികൾ കണ്ടെത്തി അവർ ചെയ്യും. ചിലര് ഈ അന്യത സൂക്ഷിക്കുക എന്നുള്ളത് അവരുടെ വാസനയായിട്ട് നിൽക്കുന്നുണ്ടാവും. അവര് എവിടെ ചെന്നാലും ആരുമായിട്ടും ചേർന്ന് പോകാതെ മാറി 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 നിൽക്കുന്നത് കാണും. അപ്പോ പലതരത്തിൽ ഈ വാസനകളുടെ സ്വാധീനം ഉണ്ടാവും. അതുപോലെ തന്നെ ശിക്ഷിത പ്രതികരണം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഈ കൗണ്ടർ ആർഗ്യുമെന്റ് ചെയ്യുന്ന രീതി. ആരെങ്കിലും എന്ത് പറഞ്ഞാലും ഉടനെ തന്നെ, ചില ആളുകൾക്കുണ്ട് എന്തു പറഞ്ഞാലും ജസ്റ്റിഫിക്കേഷൻ ആണ്. ഒരു കാര്യം നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ പ്രതികരിക്കും. ഈ പ്രതികരിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ ഈ വെളിയിൽ നിന്നും പ്രകൃതി നൽകുന്ന ആ സന്ദേശം നമ്മുടെ അകത്തേക്ക് കയറാതെ ഇവിടുന്ന് തന്നെ അത് റിജക്ട് ചെയ്യുന്നു. അപ്പൊ യുക്തി അവിടെ വർക്ക് ചെയ്യണം. ഈ സംഭവം അകത്തേക്ക് പോയി വാസനയുടെ ലോകം കഴിഞ്ഞ് പരിബോധവുമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യേണ്ട സന്ദേശമാണിത്. ഇതിനെ നമ്മൾ ഇവിടെ വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്ത് പിന്നെ എങ്ങനെ അത് അകത്തേക്ക് പോകും? നമ്മൾ ഒരു ചലനവും ഉണ്ടാക്കില്ല. ഒരു ചലനം ഉണ്ടാക്കുന്ന വെച്ചാൽ സ്വാഭാവികമായ ചലനങ്ങൾ ഉണ്ടാക്കാതെ അത് നമ്മളെ എങ്ങും എത്തിക്കാതെ കണക്ട് ചെയ്യാതെ കൊണ്ടുപോകും. നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത്, നമ്മൾ കേൾക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ അനുമാനമാണ്, നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ആരോപണമായിക്കോട്ടെ, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ, അത് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അത് മുന്നിൽ വരാൻ സമയമായതുകൊണ്ടാണ്, മുന്നിൽ വരാനുള്ള ആ കാലമായതുകൊണ്ടാണ്, മുന്നിൽ വരിക എന്നുള്ളത് നിയോഗമായതുകൊണ്ടാണ്. അതിനെ സ്വീകരിച്ച് കടത്തിവിടുക എന്നുള്ള ഒരു പകരം അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതോടുകൂടി, അതിനെ കൗണ്ടർ ചെയ്യുന്നതോടുകൂടി നമുക്ക് നമ്മളിവിടെ പ്രകൃതിയുടെ ഒഴുക്ക് അവിടെ സ്റ്റോപ്പ് ആവും, പിന്നെ മുൻപോട്ട് പോകില്ല. അപ്പൊ നമ്മൾ അവിടെ തന്നെ കിടന്ന് കറങ്ങും. അത് 100 വർഷമായാലും അവിടെ തന്നെ കിടന്ന് കറങ്ങും, അതിനപ്പുറത്തേക്ക് നമ്മൾ പോകില്ല. അതുകൊണ്ട് തന്നെ ഈ ശീലങ്ങൾ എന്ന് പറയുന്നത്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ശീലങ്ങളായിട്ട് മാറുന്നത്. ആ ശീലങ്ങളുടെ പ്രകടനമാണ് വ്യക്തിത്വം എന്ന രീതിയിൽ നമ്മൾ കാണുന്നത്. പലപ്പോഴും പല പ്രതികരണങ്ങളും നമ്മൾ മനസ്സിലാക്കുന്ന സ്വാഭാവികത പോലെയാണ്. പക്ഷെ അത് സത്യത്തിൽ അവരുടെ ഉള്ളിലുള്ള മനസ്സിന്റെ പല ഘട്ടങ്ങളുടെ ഈ പ്രകടനങ്ങളാണ്, പ്രതികരണങ്ങളാണ്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു അവസ്ഥ നമ്മുടെ ഉള്ളില് നമ്മുടെ വ്യക്തിത്വത്തിന്റെ പ്രകടനമായിട്ട് വരുന്നതാണ്. ഈ പലപ്പോഴും ഈ വ്യക്തിത്വത്തിന്റെ പ്രകടനമായിട്ടുള്ള ഈ പെരുമാറ്റങ്ങളെ മാറ്റാൻ ഭയങ്കര പാടായിരിക്കും. പ്രത്യേകിച്ചും നമുക്ക് അങ്ങനെ ഒരു പെരുമാറ്റ വൈകല്യമുണ്ടെന്ന്, ആ പെരുമാറ്റ വൈകല്യം ഉണ്ടാകുന്നത് എന്റെ ഇന്റേണൽ പാറ്റേണുകളിൽ നിന്നാണ്, എന്റെ ശീലങ്ങളിൽ നിന്നാണ്, എന്റെ തോട്ടുകളിൽ നിന്നാണ്, എന്റെ വിശ്വാസങ്ങളിൽ നിന്നാണ്, എന്റെ അറിവുകളിൽ നിന്നാണ്, ഞാൻ ഉണ്ടാക്കി വെച്ച ഇവയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ
അത് ബോധ്യപ്പെട്ട ഒരാൾക്ക് അത് തിരുത്താൻ ഒരു പക്ഷെ കഴിഞ്ഞേക്കും. അല്ലാത്തൊരാൾക്ക് മാറ്റാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ ഒരാളെ മാറ്റാനോ പരിവർത്തിപ്പിക്കാനോ ശ്രമിക്കുമ്പോൾ അത് വിജയിക്കാത്തത് എന്തുകൊണ്ടാണ്? ഭൂരിഭാഗം പേർക്കും ഈ കാര്യങ്ങൾ അറിയില്ല. അവർക്ക് സ്വയം മനസ്സിലാവണം. സ്വയം തന്റെ ശീലങ്ങൾ, വിശ്വാസങ്ങൾ, പെരുമാറ്റങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല, ചിന്തകൾ, പാറ്റേണുകൾ, വികാരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കറപ്റ്റ് ആയിരിക്കുമ്പോൾ എന്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും വരിക, എന്റെ അനുഭവങ്ങൾ എങ്ങനെയായിരിക്കും വരിക എന്ന് അയാൾക്ക് അറിഞ്ഞാൽ മാത്രമേ അതിന് മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോ ഈ ഇതിനെ കണക്ട് ചെയ്യുന്ന, ഈ പുറം ലോകവും അകൽ ലോകവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ഇടത്താണ് ഇത് പ്രശ്നമുണ്ടാക്കുന്നത്. അവിടെയാണ് ഈ ലോജിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. മറ്റുള്ളവയെല്ലാം പരസ്പരം അങ്ങോട്ടും കൊടുത്തും വാങ്ങിയാണ് ഉണ്ടാവുക. പക്ഷെ ഈ ഭാഗത്ത് ഈ ലോജിക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രകടാവബോധത്തെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് എന്താണ്? അത് ഇന്ദ്രിയങ്ങളാണ്. രണ്ടു തരം ഇന്ദ്രിയങ്ങളാണ്. ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, കർമ്മേന്ദ്രിയങ്ങളുണ്ട്. ഇന്ദ്രിയം എന്ന് പറയുന്നത് ആ തൊട്ട് അപ്പുറത്തെ ഇപ്പുറത്തേക്ക് ഉള്ള രണ്ട് അവബോധ തലങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജ്ഞാനേന്ദ്രിയം എന്ന് പറയുന്നത്. ജ്ഞാനേന്ദ്രിയത്തിന്റെ പണി എന്ന് വെച്ചാൽ പലതും സ്വീകരിക്കുക, തിരിച്ചറിയുക, അതിനെ അറിവാക്കി മാറ്റുക, അനുഭവങ്ങളായിട്ട് ശേഖരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. അതായത് നമ്മുടെ അനുഭവങ്ങളെ ഉള്ളിലേക്ക് എടുക്കലാണ് ജ്ഞാനേന്ദ്രിയം ചെയ്യുന്നത്, അനുഭവത്തെ ഉള്ളിലേക്ക് എടുക്കുന്നത്. അപ്പോ അനുഭവം ഉള്ളിലേക്ക് എടുക്കുന്നത് ജ്ഞാനേന്ദ്രിയം എന്ന് പറയുമ്പോൾ, അനുഭവത്തെ പുറത്തേക്ക് കൊടുക്കുന്നതോ, നമ്മുടെ അകത്തുള്ള പ്രവർത്തനങ്ങളെ പുറത്തേക്ക് കൊടുക്കുന്നത് അത് കർമ്മേന്ദ്രിയങ്ങളാണ് ചെയ്യുക. ജ്ഞാനേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ്? കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, കാത്, അല്ലെ? അതുപോലെ കർമ്മേന്ദ്രിയങ്ങളോ? കാല്, കയ്യ്, തല, പായു, ഉപസ്ഥം എന്ന് വെച്ചാൽ വിസർജന അവയവം, ജനനേന്ദ്രിയം തുടങ്ങിയ കാര്യങ്ങൾ. ഇവയുടെ ആകത്തുകയിലാണ് കർമ്മേന്ദ്രിയങ്ങൾ പ്രതികരിക്കുന്നത്, മറ്റൊന്നിനെ അഭിമുഖീകരിക്കുന്നത്. നമ്മളൊന്നിനെ നോക്കുന്നു, അത് അഭിമുഖമാകുന്നത്, അഭിമുഖീകരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, പ്രകടിപ്പിക്കുന്നത്, നമ്മുടെ വ്യക്തിത്വത്തെ മൊത്തത്തിൽ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ കർമ്മേന്ദ്രിയങ്ങളാണ്. ഈ ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവും കൃത്യമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് പ്രകടാവബോധം കൃത്യമായിട്ട് പ്രവർത്തിക്കുക. ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവും അതിന്റെ സ്വതസിദ്ധമായ രീതിയിൽ ഈ ശീലങ്ങളെ അല്ലെങ്കിൽ വിശ്വാസങ്ങളെ ഒക്കെ മറികടന്നുകൊണ്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ സജ്ജമാകുമ്പോഴാണ് പുറത്തെ ലോകത്തെ കൃത്യമായിട്ട് ഞാനൊന്നിനെ കാണുന്ന കാഴ്ചയുടെ സമയത്ത് തന്നെ, അല്ലെ കേൾക്കുന്ന സമയത്ത് തന്നെ, എനിക്ക് ഒരു ആജ്ഞ കിട്ടുന്ന സമയത്ത് തന്നെ ഞാൻ മെന്റലി ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോഴാണ് പുറത്തെ ലോകത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ കഴിയും. പുറത്തെ ലോകത്തേക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്നുള്ള പ്രകടാവബോധത്തിന്റെ ഉത്തരവാദിത്വം. അതുപോലെ തന്നെ ഈ കർമ്മേന്ദ്രിയങ്ങൾ വഴി കാര്യങ്ങളെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ നമ്മൾ വെളിപ്പെടില്ല, നമുക്ക് പറയാൻ തോന്നും, പറയില്ല. ഇത് നമ്മുടെ ചിലതരം ഫിയറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്യും. പക്ഷെ ആ ബ്ലോക്ക് ഇല്ലാതെ നമുക്ക് ട്രാൻസ്പെറന്റ് ആയി കൊടുത്താൽ മാത്രം ഉള്ളിലുള്ളത് വെളിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ പ്രകടാവബോധം എന്നുള്ളിടത്ത് യുക്തിയും ശീലങ്ങളും ചേർത്ത് നമ്മൾ ഒരു വല്ലാത്തൊരവസ്ഥയിൽ സൃഷ്ടിക്കുമ്പോഴാണ്, ജ്ഞാനേന്ദ്രിയത്തെയും കർമ്മേന്ദ്രിയത്തെയും ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് ഈ പ്രകടാവബോധം കൃത്യമായിട്ട് പ്രവർത്തിക്കാത്തത്. ഈ പ്രകടാവബോധം എന്നുള്ളത് പുറത്തെ ലോകത്തെ അകത്തേക്ക് കൊണ്ടുവരാൻ, അകത്തെ ലോകത്തെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സെന്റർ ആണ്. ശരിക്കും പറഞ്ഞാൽ ശരീരത്തിന്റെ ഇന്ദ്രിയമാണ് ഈ പ്രകടാവബോധം എന്ന് പറയുന്നത്. അതിലൂടെയാണ് നമ്മുടെ വ്യക്തിത്വം ഷെയർഡ് ആവുന്നത്, അല്ലെങ്കിൽ വ്യക്തിത്വം എക്സ്പ്രസ്ഡ് ആവുന്നത്. എന്തിനാണ് എക്സ്പ്രസ് ചെയ്യുന്നത് വ്യക്തിത്വം എന്നുള്ളത്? ബോധമനസ്സിനെ, ഉപബോധത്തെ, സഹജാവബോധത്തെ, ശിക്ഷിതാവബോധത്തെ, പരിബോധത്തെ, ഇതിനെല്ലാം അങ്ങ് എക്സ്പ്രസ് ചെയ്യാണ്. ഇവിടെയെല്ലാം എന്തെല്ലാം കറക്ഷൻസ് ഉണ്ടോ, എന്തെല്ലാം മിസ്റ്റേക്സ് ഉണ്ടോ, എന്തെല്ലാം ഷേപ്പ് വ്യത്യാസങ്ങളുണ്ടോ, ഇതെല്ലാം കൂടെ ആണെങ്കിൽ പ്രകടമാക്കുക. ഇവ തമ്മിൽ ട്രാൻസ്പെറന്റ് ആണെങ്കിൽ നമുക്ക് ഒരാൾ ഇന്റഗ്രൽ ആണ്, അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി ഉള്ള ഒരാളാണ്, വിശ്വസ്തതയുള്ള ഒരാളാണ് നമ്മൾ പറയുന്നപ്പോഴാണ്, അയാൾ പറയുന്നതും പ്രവൃത്തിയും ഒക്കെ തമ്മിൽ ചേർന്ന് പോകുമ്പോഴാണ്, അയാൾ പറയുന്നത് പച്ചയ്ക്ക് പറയുന്ന സമയത്താണ്, അയാൾ കാര്യങ്ങളെല്ലാം തുറന്നു വയ്ക്കുന്ന സമയത്താണ് നമുക്ക് അകത്ത് ഉള്ളത് തന്നെയാണ് ഈ പുറത്തേക്ക് വരുന്നത്. അയാൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെ? ആ ബോധ്യം വരുമ്പോഴാണ് വ്യക്തിത്വമുണ്ട് എന്ന് നമ്മൾ പറയാം. അപ്പോ ശരിക്കും ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് ഈ അകത്തെ ഈ പറഞ്ഞ ബോധ മനസ്സും ഉപബോധ മനസ്സും പ്രകട മനസ്സും എന്താ പറയാ സഹജാവബോധവും ശിക്ഷിതാവബോധവും ഇതെല്ലാം തമ്മിലുള്ള ഒരു സംയുക്തമായിട്ടുള്ള പ്രകടനമാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. മനോഘടന പുറത്ത് വരുന്ന ഒരു അവസ്ഥയാണ്. അനുഭവങ്ങളുടെ ഒരു ആകത്തുകയാണ്, സ്മൃതികളുടെ രൂപത്തിൽ അതിന്റെ പ്രകടന രൂപമാണ്. ഇതിനെയാണ് നമ്മൾ മാറ്റണമെന്ന് വിചാരിക്കുന്നത്.
അത്ര എളുപ്പമല്ല. അത് ബോധപൂർവമായിരിക്കണം, ശ്രദ്ധിക്കണം, ആവർത്തിച്ചു പരിശീലിക്കണം, ശീലങ്ങളിൽ പരിഷ്കാരം ഉണ്ടാക്കണം, ഉപബോധത്തെ പരുവപ്പെടുത്തണം, ശിക്ഷിതാവബോധത്തെ രൂപപ്പെടുത്തണം. ഇങ്ങനെയാണ് ഇതിന്റെ വഴി. ശ്രദ്ധിക്കണം, ശീലിക്കണം, ആവർത്തിക്കണം, ബോധപൂർവം നമ്മൾ പ്രകടിപ്പിക്കണം. ഈ രീതിയിലാണ് നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത്. മാറ്റേണ്ടതുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ പ്രൈമറിലി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ലോകത്തോട് ഇടപെടുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ പ്രകടാവബോധം വഴിയാണ് നമ്മൾ ലോകത്തോട് ഇടപെടുന്നത്. നമ്മുടെ വ്യക്തിത്വം ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ നൽകുന്ന അനുഭവങ്ങൾ, നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ, അനുഭൂതികൾ, ഇതുവഴിയാണ് നമ്മൾ ഈ പുറം ലോകവുമായിട്ട് ബന്ധപ്പെടുന്നത്. അതിൽ നമ്മൾ അവിടെ എക്സ്പ്രസീവ് ആകുന്നത് നമ്മുടെ പ്രതികരണങ്ങൾ വഴിയാണ്, നമ്മുടെ കർമ്മങ്ങൾ വഴിയാണ്. ഇത് ശരിയാക്കിയില്ലെങ്കിൽ, ഇതിനെ മാറ്റി രൂപപ്പെടുത്തി പരുവപ്പെടുത്തി എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഏറെക്കുറെ ബുദ്ധിമുട്ടിലായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറെക്കുറെ ബുദ്ധിമുട്ടുകളുടെയും അടിസ്ഥാനം ഈ പ്രകട മനസ്സാണ്. പ്രകട മനസ്സ് ശരിയാകണമെങ്കിൽ ബോധമനസ്സ് ശരിയാവണം, ഉപബോധ മനസ്സ് ശരിയാവണം, ശിക്ഷിതാവബോധ മനസ്സ് ശരിയാവണം, സഹജാവബോധം ശരിയാവണം. പിന്നെ പരിബോധം എന്നുള്ളവർ ഓൾറെഡി സെറ്റാണ്, നമുക്ക് അനുസരിച്ചുണ്ടാവുള്ളൂ, അതിൽ മാറ്റമൊന്നും വരുത്താൻ കഴിയില്ല. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം ശരിയാണ്. ഇതെല്ലാം സുതാര്യമായി സംവേദനം നടത്തണം. അതിനു വേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ തുറന്നു വെക്കലാണ്. നമ്മുടെ സുതാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം, സന്തുലിതമായി തീരണം, ബോധപൂർവം ജീവിക്കണം. ആ അറ്റൻറ്റീവ് ആകുന്ന ഒരു അവസ്ഥയാണ് ആത്മജ്ഞാനത്തിലൂടെ നമ്മൾ സ്വായത്തമാക്കുന്നത്. ഇനി ഒരു അവബോധ തലം കൂടെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ഷേപ്പ് കിട്ടും. നമ്മൾ ഈ ആത്മജ്ഞാനത്തിലൂടെ നമ്മൾ ഈ അവബോധ തലങ്ങളെ ഏകീകരിച്ച് പ്രവർത്തിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലാണ്ട് ഏതെങ്കിലും ഒന്നിനിൽ മാസ്റ്റർ ആവാനല്ല. ഇതെല്ലാം കൂടെ ഏകീകരിച്ചാണ് പ്രവർത്തിക്കുക. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരുന്ന ഒരു ഏരിയയാണ് ഈ പ്രകടാവബോധം എന്ന് പറയുന്നത്. ആ പ്രകട മനസ്സ് എന്ന് പറയുന്നത്, പ്രകട മനസ്സിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയാവുന്ന വാക്ക് വ്യക്തിത്വം, പെരുമാറ്റം എന്നൊക്കെയാണ്. അത് ശരിയാക്കി എടുക്കണമെങ്കിൽ ഈ അകത്തുള്ളതും പുറത്തുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിനുള്ള പ്രാക്ടീസാണ് സത്യത്തിൽ PSPയിലൂടെ നമ്മളിലേക്ക് വന്നു ചേരുന്നത്. ആത്മജ്ഞാനം നിങ്ങളെ ഇതിലൂടെ കടത്തിക്കൊണ്ടാണ് ആത്മത്തിന്റെ യഥാർത്ഥ യാത്രയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ അടുത്തൊരു അവബോധത്തെ കുറിച്ച് കൂടെ പറയാറുണ്ട്, അത് നമുക്ക് നാളെ പറയാം. അതുവരേക്കും നിങ്ങളുടെ പ്രകടബോധം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നിരീക്ഷിക്കുക. ആ അറിവുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ